ഷാനിമോൾ ഉസ്മാൻ നമുക്കൊപ്പം, കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, പാലക്കാട് ഒരുപക്ഷെ താങ്കൾക്ക് നല്ല ഓർമ്മയുണ്ടാകും. അന്ന് എന്തൊക്കെ നടന്നു, ആ രാത്രി എന്തൊക്കെ നടന്നു എന്ന് താങ്കളെക്കാളും കൃത്യമായി ആർക്കും അറിയില്ല. ഇതിപ്പോൾ നിലമ്പൂരിലേക്ക് വരുമ്പോഴും UDF-ന്റെ MP-യും UDF-ന്റെ MLA-യും സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് പരിശോധന. വെറും പരിശോധനയല്ല, ആ പെട്ടി MP-യും MLA-യും തന്നെ തുറന്ന് പോലീസിനെ കാണിക്കണമെന്ന് പറയുക കൂടിയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പാക്കിയതോടുകൂടി ഇനിയിപ്പോ ഹാലിളകിയ മട്ടിലാണ് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് തമ്പടിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് പോവുക. പാലക്കാട് ഇത് തന്നെയാണ് സംഭവം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളുമായിട്ടാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കണക്ക്, ഞങ്ങളുടെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കൃത്യതയുള്ളതാണ്. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഫീൽഡിൽ പോലും അവർക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇടതുപക്ഷത്തിന് നേരെ, ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് നാടകങ്ങളുടെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും രാഷ്ട്രീയമായി തന്നെ കണ്ടുകൊണ്ട് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ സർക്കാരിന്റെ നിലപാടുകൾ ശക്തമായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്.